മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് തിരുവനന്തപുരത്ത് MLA-യോട് വട്ടിയൂർക്കാവ് MLA-യോട് ഓഫീസ് ഒഴിഞ്ഞു തരണമെന്ന് അവിടെ കൗൺസിലറായിട്ടുള്ള BJP നേതാവ് ശ്രീലേഖ ആവശ്യപ്പെട്ടായിട്ടുള്ള ഒരു വിഷയമുണ്ട്. അപ്പോൾ MLA ആയിരിക്കുന്ന ആളോട് കൗൺസിലർക്ക് വേണ്ടി കൗൺസിലറുടെ അവരവിടെ പത്രസമ്മേളനം നടത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ശ്രീലേഖ തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ട്. അത് കാണിക്കുന്നുണ്ട്, മീഡിയ കാണിക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ ഞാൻ അതിനെപ്പറ്റി വിശദീകരിക്കേണ്ട കാര്യമല്ല. MLA-യുടെ മുറിയിൽ കൂടെ കയറിയിട്ട് കൗൺസിലറുടെ മുറിയിലേക്ക് പോകണം. പ്രത്യേകിച്ചൊരു വനിതയാണ്. അതിന് അവരുടേതായിട്ടുള്ള സ്ത്രീകളെ മാനിക്കുന്ന ഒരു സമൂഹമാണല്ലോ നമ്മുടേത്. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾക്കെതിരായിട്ട് നിങ്ങൾ ഒന്നും അധികം പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഒരു MLA-യുടെ മുറിയിൽ കൂടെ ഒരു കൗൺസിലർ കയറിയിട്ട് കൗൺസിലറുടെ മുറിയിലേക്ക് പോകണം എന്ന് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ബാധിക്കുന്ന മാധ്യമങ്ങൾ അത് സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ വിടുക, അതല്ലേ നല്ലത്. അത് മനസ്സിലായി. അതെന്താ സംഭവം? നിങ്ങൾ കണ്ടോ? അത് കണ്ടോ? എന്ത് കണ്ടു? അതല്ല, നിങ്ങൾ ആ മുറിയൊക്കെ കണ്ടോ? പിന്നെ നിങ്ങൾ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? അറിയാതെ അറിയാമല്ലാത്ത അതല്ല പറഞ്ഞത്. ആ സ്ത്രീക്ക് അവിടെ കയറി പോകാനുള്ള സൗകര്യം ഉണ്ടോ? ഒരു മുറി എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു MLA-യുടെ മുറിയിൽ കൂടെ കയറിയിട്ട് ഒരു സ്ത്രീ എന്നിട്ട് ഫയൽ വെക്കുന്നത് ബാത്റൂമിൽ. അപ്പൊ അതുകൊണ്ട് മാധ്യമങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പറഞ്ഞ എല്ലാം സമ്മതിച്ചു. നിങ്ങൾ പറയുന്നതാണ് ശരി, തീർന്നില്ല. ആ വിഷയം തീർന്നില്ല. നിങ്ങൾ തന്നെയാണ് ഏറ്റെടുത്തത്. നിങ്ങൾ സ്ത്രീവിരുദ്ധമായിട്ടാണ് സംസാരിച്ചത്. അല്ല, ഞാനിത് പറയുന്നു. ഞാൻ അനാവശ്യമല്ല പറഞ്ഞത്. ഈ മാധ്യമങ്ങൾ എന്റെ അടുത്ത് നിൽക്കുന്ന മാധ്യമങ്ങൾ അല്ലല്ല എന്റെ അടുത്ത് നിൽക്കുന്ന മാധ്യമങ്ങൾ സ്ത്രീവിരുദ്ധമായിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ പറയുന്നു എന്റെ വാക്ക് എന്റെ അഭിപ്രായം നിങ്ങൾ സ്ത്രീവിരുദ്ധമായിട്ടുള്ള സമീപനമാണ് എടുക്കുന്നത്. അതുകൊണ്ട് അത് തീർന്നു. അല്ലെന്നേ, അതാണെന്നേ എന്റെ അഭിപ്രായം. അതല്ലേ നിങ്ങൾ അത് മാനിക്കണ്ടേ? അതായത് നിങ്ങൾ ആ നിലപാടാണ് എടുക്കുന്നത്. കാരണം ജനങ്ങൾ അത് കാണട്ടെ. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. എന്റെ അഭിപ്രായം ഇതാണ് നിങ്ങളുടെ ആവശ്യം. അങ്ങനെ വേറെ വല്ലതും ചോദിക്കാനുണ്ടോ?